പ്രൈസ് ലോർഡ്. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ബലം എന്ന വിഷയത്തെപ്പറ്റി കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ പോകുന്നു. ഈ വാക്കുകൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകരട്ടെ എന്നും ദൈവത്തോട് കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നവരാക്കി മാറ്റട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ആദ്യമായി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്നും നോക്കാം. 1 ശമൂവേൽ 17 അധ്യായത്തിൽ യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞ ബാലനായ ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ നേരിട്ട് ജയിക്കുന്ന സന്ദർഭം യഹോവയുടെ ബലം വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി ദാനിയേൽ 6 അധ്യായം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആയിരുന്നപ്പോൾ സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞ യഹോവ ബലവാൻ. മൂന്നാമതായി ദാനിയേൽ 3 അധ്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എരിയുന്ന തീച്ചൂളയിൽ ഒരു കേടും തട്ടാതെ വിടുവിച്ച യഹോവ ബലവാനും ശക്തനുമല്ലയോ? നാലാമതായി 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ ഏലിയാവിൻ്റെ മലമുകളിലെ അനുഭവത്തിൽ നിന്ന് ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും വികാരങ്ങളെ മറികടക്കാൻ ദൈവത്തിൻ്റെ ഉറപ്പും ബലവും ഏലിയാവിനെ സഹായിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അഞ്ചാമതായി 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തലനായ പൗലോസിൻ്റെ ജഡത്തിൽ ശൂലം കുത്തിയിരിക്കുന്നതായി. താൻ ദൈവത്തോട് അതിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ അപേക്ഷിച്ചപ്പോൾ കർത്താവ് തന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതിനാൽ താൻ വിശ്വസിച്ചു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അടുത്തതായി ദൈവത്തിൻ്റെ ബലം എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് വചനങ്ങൾ നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 28 അധ്യായം 7 വാക്യം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയം ആകുന്നു. യെശയ്യാവ് 40 അധ്യായം 29 വാക്യം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 46 അധ്യായം 1 വാക്യം. ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 18 അധ്യായം 10 വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഫിലിപ്പിയർ 4 അധ്യായം 13 വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 2 കൊരിന്ത്യർ 12 അധ്യായം 9 വാക്യം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എഫേസ്യർ 6 അധ്യായം 10 വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. 2 തിമോഥെയോസ് 2 അധ്യായം 1 വാക്യം. എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ജീവിതത്തിൽ ബലഹീനമായ അവസ്ഥയിൽ നമുക്ക് ബലവും ശക്തിയും പകരുന്ന കുറച്ച് സങ്കീർത്തന അധ്യായങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി സങ്കീർത്തനങ്ങൾ 23, സങ്കീർത്തനങ്ങൾ 27, സങ്കീർത്തനങ്ങൾ 37, സങ്കീർത്തനങ്ങൾ 121, സങ്കീർത്തനങ്ങൾ 138. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അചഞ്ചലമായ ശക്തിയും സാന്നിധ്യവും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഓർക്കുക, ജീവിതത്തിൽ നിങ്ങളെ ബലഹീനനാക്കുന്ന ഏത് സന്ദർഭത്തിലും യേശു ബലമേകുവാനായി നിങ്ങളോട് കൂടെയുണ്ട്. അവിടെ ഭയത്തിനും ശങ്കയ്ക്കും സ്ഥാനമില്ല. പൂർണ്ണമായി യേശുവിൽ വിശ്വാസമർപ്പിക്കുക. തൻ്റെ ബലവും കൃപയും അവൻ നിങ്ങൾക്കേകും. ജീസസ് ലവ്സ് യു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്.